ഇത് വിഴിഞ്ഞം കടപ്പുറം. കോവളം ബീച്ച് റിസോർട്ടിൽ നിന്നും 2 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന ഗ്രാമം. രാജഭരണകാലത്ത് ഏറ്റവും വലിയ തുറമുഖം ഇവിടെയായിരുന്നു. ഇപ്പോൾ പുതിയൊരു തുറമുഖത്തിന്റെ പണി പുരോഗമിക്കുന്നു. ₹10,000 കോടി രൂപയുടെ അന്താരാഷ്ട്ര തുറമുഖം സ്വപ്നം കണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ശുദ്ധജലം ഇപ്പോഴും ലഭ്യമല്ല. മത്സ്യബന്ധനത്തിന് ശേഷം ഒന്ന് കുളിച്ചു വൃത്തിയാകാൻ ഈ മലിനജലമേ ഇവിടുത്തുകാർക്കുള്ളൂ. ഗംഗയാർ എന്നാണ് ഈ തോടിന്റെ പേരെങ്കിലും നാട്ടുകാർ വിളിക്കുന്നത് ചൊറിക്കുളം എന്നാണ്. മലിനമാക്കപ്പെട്ട ഈ തോട് വൃത്തിയാക്കാൻ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്തെങ്കിലും എല്ലാം തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുന്നു. ഫലങ്ങൾ മാത്രം സാക്ഷി. നാട്ടുകാരുടെ ദുർഗതിക്ക് ഒരു മോചനവുമില്ല. നമ്മൾ ഇതേ ശീലമായി പോയി. ഈ വെള്ളത്തിലേക്ക് കുളിച്ച ശീലം കടപ്പുറത്തുള്ളതില്ല. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് തന്നെ ഞാൻ ഇതിവിടെ ഞാൻ മോശപ്പെട്ട വെള്ളത്തിനാണ് ഇതിനു മുമ്പ് കുളിച്ചത്. ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി മഴ പെയ്ത് ഇത്തിരി ശുദ്ധമായിട്ടെങ്കിലും കിടക്കുന്നു. ഗവൺമെൻറ്റുകാരോ പഞ്ചായത്തുകാരോ ഒരുത്തരും ഇതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നില്ല. ഒരു പഞ്ചായത്തുകാർ വിചാരിച്ചാൽ ഇത് ഇത്രയും ശരിയാക്കാൻ സാധ്യത ഉണ്ടച്ചാ അവരൊന്നും ചെയ്യൂല. വിഴിഞ്ഞത്തുകാർക്ക് ഒരു ദിവസത്തെ കുടിവെള്ളത്തിന് 30 രൂപ വേണം. ഒരു കുടം വെള്ളത്തിന് 5 രൂപയാണിവിടെ. ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളും വാഹനത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന വെള്ളമാണ് വിഴിഞ്ഞത്തുകാരുടെ ദാഹം തീർക്കുന്നത്. നമ്മുടെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ കൂടുതലും കഷ്ടത അനുഭവിക്കുന്ന ഏരിയയാണ് വിഴിഞ്ഞ ഇടവകയിലെ കടക്കുളം പ്രദേശത്തെന്നുള്ള സ്ഥലത്ത്. പക്ഷെ നമ്മൾ ഒരു ദിവസം ഒരു കുടുംബത്തിന് തന്നെ 10 രൂപയുടെ കുടിവെള്ളം മാത്രം നമ്മൾ എടുക്കുകയാണ്. മാസത്തിൽ 100-300 രൂപയൊക്കെ നമ്മൾ ഒരു കുടുംബത്തിലെ വരുമാനം അവരധ്വാനിക്കുന്നതിൻ്റെ ഒരു അംശം അവർ മാറ്റിവെക്കുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടി. ഒരാഴ്ചയിൽ ഒരിക്കലാണ് ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊക്കെ തരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുടിക്കാൻ മാത്രം ഇത് എടുക്കുകയാണെങ്കിൽ കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ദൂരം നടന്നൊക്കെ പോയാണ് ഈ ചപ്പാത്ത് അവിടെ ഇവിടങ്ങളിലൊക്കെ പോയാണ് ആൾക്കാർ കുളിക്കുകയും തുണികളൊക്കെ നനയ്ക്കുകയും ചെയ്യുന്നത്. പഞ്ചായത്തിന് പല പദ്ധതികളും ഉണ്ടെങ്കിലും ഒന്നും ലക്ഷ്യം കാണുന്നില്ലെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭാഷ്യം. LDF സർക്കാർ വന്നപ്പോൾ അവർ അതിലെ സുനാമിയിൽ നിന്നും നമുക്ക് 1,45 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നിരുന്നു. ആ പ്രോജക്റ്റിൽ നിന്നും ഫലപ്രദമായ രീതിയിൽ വെള്ളായണി കായലിൽ നിന്ന് വെള്ളം എടുത്ത് കുടിവെള്ളം ശുദ്ധമാക്കി കൊടുക്കണമെന്നുള്ള നിലയിലാണ് ആ പദ്ധതി വന്നെങ്കിലും ആ പദ്ധതിയിൽ ക്രമക്കേടുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അന്ന് LDF ആയിരുന്നു വിഴിഞ്ഞം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 145 ലക്ഷം രൂപയുടെ പരിപാടിയിൽ ജനങ്ങൾക്ക് ഒരു ലൈൻ വന്നതല്ലാതെ കുടിവെള്ളത്തിന്റെ ഒരു ശകലം പോലും എത്തിയിട്ടില്ല. ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് പരിതപിക്കുന്ന വികാരിയച്ഛൻ ഗവൺമെന്റ് മാർഗങ്ങൾ തേടി മടുത്തു. സ്വന്തം നിലയിൽ വെള്ളം എത്തിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കുകയാണിവിടെ. വർഷങ്ങളായിട്ട് ജനങ്ങൾ ശുദ്ധജലം കിട്ടാതെ ഇവിടെ കഷ്ടപ്പെടുകയാണ്. കാലാകാലങ്ങളിൽ മുറവിളി കൂട്ടിയിട്ടും പല പദ്ധതികളും വരുന്നുവെങ്കിലും ഒന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി പല പദ്ധതികളും പകുതി വഴി കിടക്കുന്നതല്ലാതെ അത് പൂർത്തീകരിക്കാനോ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനോ ഉള്ള ആത്മാർത്ഥമായ ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇവിടെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അവർ 20-30 രൂപയാണ് കുടിവെള്ളത്തിന് വേണ്ടി അവർ ചെലവാക്കുന്ന, ആഹാരം പാകം ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദുരവസ്ഥ തന്നെയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. അപ്പം അതിനെ ബന്ധപ്പെട്ടവർ ജനങ്ങളുടെ രോദനം കേൾക്കുകയും അതിന് പ്രതിവിധി ചെയ്തില്ല എങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് ഈ പ്രദേശത്ത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ജനങ്ങൾ അതിശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്ന സമയം വിദൂരത്തല്ല എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. വരാൻ പോകുന്ന തുറമുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കുടിവെള്ളമില്ലാതെ വീർപ്പുമുട്ടുന്ന വിഴിഞ്ഞത്തുകാരുടെ അടിസ്ഥാന ആവശ്യം എല്ലാവരും മറന്നുപോകുന്നു. വെള്ളയാണി കായലിൽ നിന്നും വെള്ളമെത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം ജലരേഖകൾ മാത്രം.